അപ്പം മുസ്തഫ മൗലവി, നമ്മുടെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിൽ മാസപ്പിറവി വിഷയത്തിൽ സമുദായം രണ്ട് തട്ടിലാണ്. മാസപ്പിറവ് നേരിട്ട് കണ്ടാൽ അത് സ്വീകാര്യമാവുമെന്നാണ് പ്രബലമായ ആൾക്കാർ വിശ്വസിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ മുൻകൂട്ടി തന്നെ ഗണിച്ചെടുക്കാവുന്നതാണ് എന്ന് മറുവിഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മൗലവിയുടെ ഒരു നിലപാടെന്താണ്? ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലല്ല, പല തട്ടിലാണ് ഈ സമുദായം ഉള്ളത്. ഇസ്ലാമിലെ ആരാധനകളെല്ലാം ഏതാണ്ട് ഘടിക്കപ്പെട്ടിരിക്കുന്നത് ചന്ദ്രമാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ലൂണാർ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ലൂണാർ കലണ്ടറിനാണ് കൂടുതൽ കൃത്യത എന്നുള്ളതും പ്രകൃതി നിരീക്ഷകരായ എല്ലാവർക്കും അറിയാം. എല്ലാ മാസവും കൃത്യമായി സംഭവിക്കുന്നതാണ്. അപ്പം മാസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അത് നഗ്നനേത്രങ്ങളെ കൊണ്ട് ആവണം എന്നുള്ളത് ചന്ദ്രനെ നിരീക്ഷിക്കുന്ന ആരും സമ്മതിക്കാത്ത, അല്ലെങ്കിൽ ആർക്കും സമ്മതിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് മാസം കാണുന്നതിന് വേണ്ടി ആളെ നിശ്ചയിച്ചിരുന്നു എന്നുള്ളതും ശരിയായ വസ്തുതയല്ല. ഏതെങ്കിലും ഒരു കിതാബിൽ മുഹമ്മദ് നബി മാസം കാണുന്നതിന് മഗ്രിബിൻ്റെ സമയത്ത് ആരെയെങ്കിലും മരുഭൂമിയിലേക്കോ കടപ്പുറത്തേക്കോ അയച്ചതായിട്ട് തെളിയിക്കാൻ ആർക്കാണ് കഴിയുക? ഞാൻ ഈ പണ്ഡിതന്മാരെ മുഴുവൻ വെല്ലുവിളിക്കുന്നു. മുഹമ്മദ് നബി നിങ്ങൾ മാസം കണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അയച്ചിട്ടുണ്ടോന്ന്? അപ്പോൾ അങ്ങനെ മുഹമ്മദ് നബി അയച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് കടപ്പുറത്ത് കാപ്പാടേക്കും കൂട്ടായിലേക്കും ആളെ അയക്കാൻ എവിടുന്നാണ് ഈ സുന്നത്ത് നോക്കുന്ന ആളുകൾക്ക് ന്യായം കിട്ടുന്നത്? കൃത്യമായി മാസം ഗണിച്ച് തന്നെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്, എന്നിട്ട് തന്നെയായിരുന്നു മാസം നിശ്ചയിച്ചിരുന്നത്. കാണുക എന്നുള്ളത് ഒരിക്കലും മാസമാകുന്നതിൻ്റെ മാനദണ്ഡമാക്കാൻ പറ്റില്ല. കാരണം ഈ കണ്ടാലും കണ്ടില്ലെങ്കിലും മാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചന്ദ്രൻ ഉദിക്കുക അസ്തമിക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടു എന്ന് കരുതിയിട്ട് അവിടെ പുതുതായിട്ടുണ്ടാകുന്നതോ കണ്ടില്ല എന്ന് കരുതിയിട്ട് ഇല്ലാതായി പോകുന്നതോ ആയിട്ടുള്ള സംഗതിയല്ല. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല. പിന്നെ അക്ഷരാഭ്യാസമോ ശാസ്ത്രീയതയോ ഇല്ലാത്തൊരു സമൂഹത്തിന് തൽക്കാലമായിട്ട് കാണുക എന്നുള്ളത് ഏതെങ്കിലും കാലത്ത് അവലംബിച്ചിരിക്കാം. പക്ഷേ അത് ഒരിക്കലും ശാശ്വതമായി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സംഗതിയല്ല. എന്ന് മാത്രമല്ല, നേരെ വിഡ്ഢിത്തവുമാണ്. ചന്ദ്രൻ ഉദിച്ച് വീണ്ടും ചന്ദ്രൻ ഉദിക്കുന്നത് വരെയുള്ള ഒരു സമയം. അപ്പോൾ ചന്ദ്രൻ ഉദിക്കുക എന്നത് സൂര്യനെ പോലെ തന്നെ കിഴക്കാണ് ഉദിക്കുന്നത്. അത് പടിഞ്ഞാറോട്ടല്ല നോക്കേണ്ടത്. നമ്മുടെ ഈ കാപ്പാടും കൂട്ടായിലൊക്കെ പോയ ആൾക്കാർ എങ്ങോട്ടാണ് നോക്കുന്നത്? പടിഞ്ഞാറോട്ട് എന്നിട്ട് നോക്കിയിട്ട് എന്താ പറയുന്നത്? ചന്ദ്രൻ ഉദിച്ചത് കണ്ടു. ചന്ദ്രൻ ഉദിക്കുകയാണോ ചെയ്യുന്നത്? ചന്ദ്രൻ അസ്തമിക്കുന്നതല്ലേ കാണുന്നത്? ഉദിക്കുന്നത് കിഴക്കല്ലേ? കിഴക്കുദിക്കുന്ന ചന്ദ്രനെ പടിഞ്ഞാറ് നോക്കിയിട്ട് ചന്ദ്രപ്പിറ കണ്ടു എന്ന് പറഞ്ഞാൽ അത് പിറയല്ലല്ലോ, അത് അസ്തമയല്ലേ? ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ ചന്ദ്രഹാസം വിളക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ശാസ്ത്രീയമായി ശരിയല്ല, ഖുർആാനികമായി ശരിയല്ല. ഖുർആൻ വളരെ അസന്നിഗ്ധമായി പറയുന്നു, വൽഖമറ ഖദ്ദർനാഹ മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രൻ്റെ സൃഷ്ടിപ്പിൻ്റെ നാളിൽ തന്നെ അതിൻ്റെ തിഥികൾ, അതിൻ്റെ മൻസിലുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതിൻ്റെ രാശികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ എപ്പോൾ ഉദിക്കണം, എപ്പോൾ അസ്തമിക്കണം എന്നൊക്കെ അതിൻ്റെ സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കാലിമാർ കണ്ടാലും കണ്ടില്ലെങ്കിലും അതവിടെ സംഭവിക്കും. അപ്പോൾ വളരെ കൃത്യമായി സുനീത വില്യംസ് 9 മാസം ബഹിരാകാശത്ത് താമസിച്ച് തിരിച്ചു വന്ന കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാലത്തും ചന്ദ്രനെ കാണാൻ വേണ്ടി കൂട്ടായി കടപ്പുറത്ത് കോയമാര് പോയി കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വിരോധാഭാസം മറ്റെന്താണ്? ഈ മതത്തെ എങ്ങനെയാണ് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഒരു മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള യൂണിറ്റാണ് മാസം എന്ന് പറയുന്നത്. ചാന്ദ്ര മാസ കണക്കനുസരിച്ച്, ലൂണാർ കണക്കനുസരിച്ച് ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം. അമാവാസി ഇന്നാണെങ്കിൽ നാളെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഏത് കലണ്ടർ നോക്കിയാലും ഒരു ബ്ലാക്ക് ഡോട്ട് കാണാം, എല്ലാ കലണ്ടറിലും ഉണ്ടാവും. ആ ബ്ലാക്ക് ഡോട്ട് അമാവാസിയാണ്, കറുത്ത വാവ്. ആ അമാവാസിയിലാണ് ചന്ദ്രൻ പിറക്കുന്നത്, ബുദ്ധായിട്ട് പിറക്കുന്നത് അമാവാസി കഴിഞ്ഞാലാണ്. അമാവാസി എന്ന് പറഞ്ഞാൽ കൺജങ്ഷനാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുന്ന പ്രതിഭാസത്തിനാണ് പറയുന്നത്. അതൊരു സെക്കൻഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ പിറയായി. അപ്പോൾ അമാവാസിയുടെ പിറ്റേന്ന് ഒന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അമാവാസി കഴിഞ്ഞിട്ട് പിന്നെയും 1-2 ദിവസം പിന്നെ ശൂന്യ ദിവസങ്ങളുണ്ടാകും.
0 ഡേയ്സ്, അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല. അമാവാസി കഴിഞ്ഞാൽ പിറ്റേന്നൊന്ന്, അത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ റമദാനിൽ അമാവാസി എപ്പോഴാണ്? ശനിയാഴ്ചയാണ്, 29-ാം തീയതി ശനിയാഴ്ചയാണ്. അതാണ് ലാസ്റ്റ് ഡേ ഓഫ് റംസാൻ. പിറ്റേന്ന് 1-ാം തീയതി ഞായറാഴ്ച, അമാവാസിയുടെ പിറ്റേന്നൊന്ന്. ഇത് മനസ്സിലാക്കാൻ ബ്രഹ്മാണ്ഡ ജ്ഞാനമൊന്നും വേണ്ട, ശാസ്ത്രത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവ് മതി. ഈ ഒരു തലത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ പുരോഹിതന്മാർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ റമദാൻ ആരംഭിച്ചത് ലോകത്തിലെ ഇന്ത്യയുടെ കിഴക്കുള്ള ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ ശനിയാഴ്ചയാണ് നോമ്പ് തുടങ്ങിയത്. ഇന്ത്യയുടെ പടിഞ്ഞാറുള്ള സൗദി അറേബ്യയിൽ, കുവൈറ്റിൽ നോമ്പ് തുടങ്ങിയത് ശനിയാഴ്ചയാണ്. അതിനിടയിലുള്ള ഈ ഇന്ത്യയിൽ മാത്രം ഈ പുരോഹിതന്മാർക്ക് എന്താ ഞായറാഴ്ചയായി പോയി? ആര് പറഞ്ഞു? നിങ്ങൾ പിറ്റേന്നത്തെ മാസം കണ്ടില്ലേ? പിറ്റേന്നത്തെ ചന്ദ്രനെ കണ്ടില്ലേ? ഇഷാബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടും ആകാശത്തുണ്ടായിരുന്നു അത്. ഇങ്ങനെ പച്ചയായി ജനങ്ങളെ പറ്റിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. ഈ റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ 1 ഞായറാഴ്ചയാണ്, അന്ന് പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് ഫിഖ്ഹിയായിട്ട്. അന്നത്തെ ദിവസം നോമ്പെടുപ്പിക്കുകയാണ് ഈ മനുഷ്യന്മാരെ കൊണ്ട് പണ്ഡിതക്കൂട്ടം. ഇത് നോക്കി തന്നിട്ട് പിന്നെ എന്തും നമ്മൾ ഉസ്താദുമാർ പറയട്ടെ, കാദിമാർ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ശാസ്ത്രീയമായ യുഗത്തിലും ആളുകളിങ്ങനെ കാത്തിരിക്കുന്നത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും മാസപ്പിറവി എന്നുള്ളത് കണ്ണുകൊണ്ട് കാണേണ്ടതല്ല, കണക്ക് കൊണ്ട് അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഖദ്ദർനാഹ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അത് കണക്ക് കൊണ്ട് അറിയേണ്ടതാണ് എന്ന് മാത്രമല്ല, ഖുർആനിൽ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കണക്ക് കൂട്ടാനുള്ളതാണ്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹുവ മവാഖീതു ലിന്നാസ് ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. എന്താണ് അഹില്ല എന്ന് ചോദിച്ചാൽ, എന്താണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് ചോദിച്ചാൽ, അത് കണക്ക് കൂട്ടി കാലം നിർണ്ണയിക്കാനുള്ളതാണെന്ന് അല്ലാഹു തആല പറയുന്നു. കണക്ക് കൂട്ടി കാലം നിർണ്ണയിക്കേണ്ടതാണത്. നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് നോക്കിയാൽ, നിങ്ങൾ ചന്ദ്രൻ്റെ ഫേസ് നോക്കിയാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇത് ഇന്ന സ്ഥലത്താണുള്ളത്, ഇത്ര ഡിഗ്രിയിലാണുള്ളത്, ഇത്ര അത് വിസിബിളാണ് എന്ന് പറഞ്ഞുതരും. അതൊക്കെ ഉള്ള ഒരു കാലത്ത് വീണ്ടും കാപ്പാടേക്കും കൂട്ടായിലേക്കും സമുദായത്തെ അയക്കുന്നത് സമുദായത്തെ 100-200 വർഷം പിറകോട്ട് നയിക്കാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കില്ല. ഇത് കാദിമാരുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വൃത്തികെട്ട ഒരു നാടകം മാത്രമാണ്. ഓക്കെ, അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പ്രകാരം ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾ മാർച്ച് 30 ഞായറാഴ്ചയാണ്. അതെ അതെ. അപ്പോൾ ഈ താങ്കളുടെ അകമ്പൊരുൾ ടീം പെരുന്നാളിൻ്റെ ആഘോഷമോ പെരുന്നാൾ നമസ്കാരമോ വല്ലതും സംഘടിപ്പിക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. YMCA ക്രോസ് റോഡിലുള്ള ബെന്നിസ് ചോയ്സ് ബിൽഡിങ്ങിലെ താഴത്തെ നിലയിൽ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നിസ്കാരം 7:30 മണിക്ക് 30-ാം തീയതി ഞായറാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്നവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റും കൂടി അവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. രാവിലെ 7:30 മണിക്ക് തന്നെ നിസ്കാരം തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.